വ്യക്തികളുടെ മനസ്സു വായിക്കുന്ന മെന്റലിസ്റ്റും സംഗീത പ്രതിഭയും ഒത്തുചേർന്ന് അവതരിപ്പിച്ച ഷോ അക്ഷരാർത്ഥത്തിൽ ആസ്വാദകരെ അത്ഭുതസ്തബ്ധരാക്കി. പ്രശസ്ത മെന്റലിസ്റ്റ് ആദ്യ ആദർശും വയലിനിൽ വിസ്മയം തീർക്കുന്ന ബാലഭാസ്കറും ചേർന്ന് വയനാട് വൈത്തിരി വില്ലേജിൽ അവതരിപ്പിച്ച മൈൻഡ് ആൻഡ് മ്യൂസിക് ഷോയിലാണ് ആസ്വാദകരായി എത്തിയവരുടെ മനസ്സ് തുറക്കപ്പെട്ടത്. രാമേശ്വരത്തെ കടലോരത്താണോ അദ്ദേഹം ജനിച്ചത്? അതെ, അങ്ങനെയാണെങ്കിൽ മേഘാലയത്തിലെ അശ്വമേധം പരിപാടിയിലൂടെ പ്രശസ്തനായ GS പ്രദീപ് മനസ്സിൽ വിചാരിച്ച പേര് ആദ്യ ആദർശ് വിളിച്ചു പറഞ്ഞതും പാടില്ല, സ്വപ്നത്തിനോട് ഭയം പാടില്ല എന്ന് പറഞ്ഞ അഗ്നിയുടെ ചിറകുകളിലൂടെ സഞ്ചരിക്കാൻ നിങ്ങളെ പ്രേരിപ്പിച്ച ഡോക്ടർ APJ അബ്ദുൽ കലാം രാമേശ്വരത്തിൽ ജനിക്കുകയും പിന്നീട് മിസോറാമിലെയും മേഘാലയയിലും ഒക്കെ സംസാരിച്ചു കൊണ്ടിരിക്കുമ്പോൾ നോർത്ത് ഈസ്റ്റിൽ വെച്ച് അന്തരിക്കുകയും ചെയ്തു. ശരിയല്ലേ? ഞങ്ങൾ തമ്മിൽ പ്രത്യേക എഗ്രിമെന്റ് ഉണ്ട്. ഇപ്പോൾ അതായത് ഞാൻ മെന്റലിസം കാണിക്കുമില്ല, ആദ്യം വയലിൻ വായിക്കുകയില്ല. സദസ്സിൽ നിന്നെത്തിയ വിദ്യാർത്ഥിനി മനസ്സിലാലപിച്ച ഗാനം ബാലഭാസ്കറിന് മൗന സന്ദേശമായി പകർന്നാലപിച്ചതും സദസ്സിനെ ആശ്ചര്യപ്പെടുത്തി. ആദിയുടെ മനസ്സുവായനയ്ക്കൊപ്പം ബാലഭാസ്കറിന്റെ വയലിൻ വിരുന്നുകൂടിയായപ്പോൾ മൈൻഡ് ആൻഡ് മ്യൂസിക് ഷോ അവിസ്മരണീയമായി. മാതൃഭൂമി ന്യൂസ്, വയനാട്.